സാറേ, എന്താ? ആരാ? കള്ളനാ. പക്ഷെ സത്യമായിട്ട് ഇപ്പൊ കണ്ടിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ ചിത്രം കണ്ടപ്പോ നോക്കി നിന്നുപോയതാ. ചിത്രത്തിലുള്ള ആളെ അറിയോ? അറിയോന്നോ? ഇദ്ദേഹത്തെ പോലെ ഒരാളെ അറിഞ്ഞാ പിന്നെ മറക്കൂല. അദ്ദേഹം മരിച്ചുപോയി എന്നറിയോ? എന്റെ ദൈവമേ, എപ്പോഴ്? സാറേ, ഞാൻ അറിഞ്ഞില്ല സാറേ. ഒരു മോഷണ കേസിൽ 6 മാസത്തെ തടവും കഴിഞ്ഞിറങ്ങി ഞാൻ നേരെ ചെന്നത് പുഷ്പാങ്കദം പോലീസിന്റെ വീട്ടിലേക്കാണ്. നേരെ പോയാൽ മതി. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം ഞാൻ പുഷ്പാങ്കദം പോലീസിനെ ഏൽപ്പിക്കുക. നീ ഏത്? അയ്യോ, പോലീസ് ഞാൻ വാസു, തുരപ്പം വാസു. യാത് തുരപ്പൈ പാടേ. പക്ഷെ ഇത്തവണ അയാൾ എൻ്റെ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി. എന്നെ പരിചയം പോലും ഇല്ലെന്ന് പറഞ്ഞു കളഞ്ഞു. ചാച്ചി, ഒരു ജീവിതകാലം മുഴുവൻ മോട്ടിച്ചുണ്ടാക്കിയ മുതല ചതിക്കരുത്. കണ്ട കള്ളന്മാരുടെ മുതലുകൾ മോട്ടിക്കലാണടാ ഞങ്ങളുടെ ജോലി. നീ ആരുടെ മുറ്റത്തുനിന്നായി പറയുന്ന നോർത്താ? അയ്യോ, ഇത് ഞാൻ കട്ടതാ. ചാച്ചി, കണ്ടവന്റെ മുതല ശാപം കിട്ടും. ആ മനുഷ്യൻ തിരിച്ചിങ്ങ് വരണ മുമ്പ് പോവാൻ നോക്കടേ. ഞാനിനി എങ്ങോട്ട് പോവാൻ ചാച്ചി? എന്താ ബഹളങ്ങള്? എനിക്ക് സഹിക്കാൻ പറ്റിയില്ല പെങ്ങന്മാരെ. ഞാൻ അങ്ങനെ ഇരുന്ന് കരയുക. അപ്പോഴാ സാർ അതിലേ വന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എടോ ഇവിടെ വന്നേ, ഇവിടെ വാടോ. എന്തിനാടോ ഇങ്ങനെ റോഡിലിരുന്ന് കരയണേ? എന്റെ എല്ലാം പോയി സാറേ. ഏതാ താൻ? ഞാനൊരു കള്ളനാ. അത് ശരി. എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുമ്പോ ഞാൻ എന്റെ സങ്കടങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞിട്ടാണ് പോണത്. ഇത്തവണ അയാളെല്ലാം അടിച്ചു മാറ്റി. എന്നിട്ട് എന്നെ കണ്ട പരിചയം പോലും ഇല്ലെന്ന് പറഞ്ഞു കളഞ്ഞു. എന്റെ ഹാർമോണിയം പോയതാണ് സാറേ കൂടുതൽ സങ്കടം. താൻ കരയണ്ട. ഞാൻ നശിച്ചു സാറേ. അങ്ങനെയൊന്നും പറയല്ലേ. വാ, നമുക്ക് വഴിയുണ്ടാക്കാം. സാറൊന്ന് ജയിലിൽ പോയി കിടന്നു നോക്കണം. ചില നേരത്തെ ദാഹിച്ച പച്ചവെള്ളം പോലും കിട്ടത്തില്ല. അദ്ദേഹം എന്നെ ഒരു ഇൻസ്പെക്ടറുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പരാതി കൊടുക്കാൻ. കണ്ടവന്റെ മുതൽ മോട്ടിച്ച് നോക്കണം, അപ്പൊ അറിയാം വേദന. നീ ആരാടാ? കള്ളൻ. പേര് പറടാ. തുരപ്പം വാസു. തുരപ്പം നിന്റെ തന്തയിട്ട പേരാണോടാ? അല്ല, പോലീസുകാരിട്ട പേരാ. ആ കൊശവൻ ഇൻസ്പെക്ടർ ഞങ്ങളെ സഹായിച്ചില്ല. എങ്ങനെയുണ്ടോ? കൈ തരിക്കുന്നു സാറേ. കക്കാനാ? കക്കാനും വായിക്കാനും. എടാ പെരുങ്കള്ള, തനിക്ക് ഞാനിത് വാങ്ങിച്ചു തരാൻ പോവാ, മനസ്സിലായോ? ഓ, വാങ്ങിച്ചു തന്നില്ലെങ്കിലും കാണിച്ചു തന്നാ മതി സാറേ. സ്ഥലം മനസ്സിലായല്ലോ.
അദ്ദേഹം ഒരു വലിയ ആളായിരുന്നു. ഞാൻ പോട്ടെ പെങ്ങന്മാരെ. രേണു, നീ എന്റെ മൊബൈൽ കണ്ടോ? ഇവിടെ വച്ചിരുന്നു. എന്റെ പേഴ്സും കാണാനില്ല.